ചേട്ടാ, ഇന്ത്യയും തുർക്കിയും തമ്മിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം സംജാതമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ചെറിയൊരു തീപ്പൊരി വീണ ഇപ്പോൾ യുദ്ധം തുടങ്ങും, അത് ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായ എന്തൊക്കെയോ വലിയ ബോംബ് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഈ വാർത്തകൾ വന്ന ഏതെങ്കിലും ചാനലിൻ്റെയോ പത്രത്തിൻ്റെയോ പേര് അറിയാവോ? വാർത്തകൾ വന്ന ചാനലിൻ്റെയോ പത്രത്തിൻ്റെയോ അറിയില്ല, പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയുടെ അറിയാം. അത് തന്നെ എൻ്റെ കുഴപ്പം. ഈ എന്താ പറയുക, ഓൺലൈൻ മീഡിയ എന്ന പേരിൽ ഒരു മുറിയുടെ അകത്തിരുന്ന് എന്തോ അങ്ങ് തള്ളിമറിക്കാം എന്ന് കരുതുന്ന ചിലരുണ്ട്. അവർ തള്ളിയ ഒരു തള്ളിനപ്പുറം ഇതിൻ്റെ അകത്ത് ഒരു തേങ്ങയില്ല. അതായത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായി ഇന്ത്യയും തുർക്കിയായിട്ട് വലിയൊരു സൈനിക സംഘർഷത്തിലേക്ക് പോകും എന്നാണല്ലോ ഈ തള്ളി വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഗുരുതര സാഹചര്യമല്ലേ? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് വീണ്ടും ഇന്ത്യ മറ്റൊരു യുദ്ധത്തിലേക്ക് പോകുന്നു. കുറഞ്ഞ പക്ഷം BBC അത് റിപ്പോർട്ട് ചെയ്യണം. ഹെഡ്ലൈൻ വാർത്തയാണ് അല്ലേ? BBC അറിഞ്ഞില്ല, പോട്ടെ, അവരറിയാത്തതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യ പങ്കെടുക്കുന്ന ഒരു സംഗതിയല്ലേ, ഇവിടെയുള്ള ദേശീയ മാധ്യമങ്ങൾ അത് അറിയണമല്ലോ, ജനമെങ്കിലും അറിയണം. കുറഞ്ഞ പക്ഷം ജനം TV എങ്കിലും. അവർ പോലും ഇത് അറിഞ്ഞിട്ടില്ല. അവർ പോലും അറിയാത്ത സംഗതികളൊക്കെയാണ് ചിലരിന്ന് തള്ളുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ തള്ള് അവരുടെ തള്ളിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇന്ത്യ ഇപ്പോൾ ഈ തുർക്കിയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ വഷളായിരിക്കുകയാണ്. അത് നേരാണ്. കാര്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഈ തുർക്കി പാകിസ്ഥാനെ സഹായിക്കുന്ന പ്രത്യക്ഷത്തിൽ നിലപാടെടുത്ത ഒരു രാജ്യമാണ്. അത് നയതന്ത്ര തലത്തിൽ തന്നെ ഇന്ത്യ തുർക്കിക്കുള്ള പണി നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെ ഈ നയതന്ത്ര പ്രഹരത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തുർക്കിയുടെ അയൽ രാജ്യങ്ങളുണ്ട്. അതായത് തുർക്കിയായിട്ട് അത്ര രസത്തിലല്ലാത്ത രാജ്യങ്ങൾ, ഗ്രീസ്, സൈപ്രസ്, അർമേനിയ, പിന്നെ അസർബൈജാനുമായിട്ടും ഇന്ത്യ സഹകരിക്കുന്നുണ്ട്. അസർബൈജാനും തുർക്കിയായിട്ട് അത്ര രസത്തിലല്ല. അപ്പോൾ ഈ സഹകരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ, അതായത് ഗ്രീസ്, സൈപ്രസ്, അർമേനിയ, ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് മെഡിറ്ററേനിയൻ കടലിൽ ഇന്ത്യയുടെ ഒരു നേവൽ ഷിപ്പ്, ഒരു യുദ്ധക്കപ്പൽ, അവിടെ ഈ സൈനിക അഭ്യാസം ഉണ്ടല്ലോ, സൈനിക അഭ്യാസത്തിൽ ഇവരുമായിട്ട് സഹകരിച്ച് സൈനിക അഭ്യാസം നടത്താനായിട്ട് പോയി. INS ത്രിക്കന്തെന്നോ വിളിക്കാം. ഈ കപ്പൽ അവിടെ പോയി. ആ ഒരു തെറ്റ് മാത്രമേ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ. പിന്നീട് വന്ന വാർത്തകൾ, നേരത്തെ പറഞ്ഞ തള്ള് സ്പെഷ്യലിസ്റ്റുകൾ നടത്തിയ വിവരണം എങ്ങനെയാണ്, ഈ INS ത്രിക്കന്തിനെ ഈ തുർക്കിയുടെ നേവൽ ഷിപ്പുകൾ വന്ന് തടഞ്ഞു വെച്ചു, ഒന്ന് വലയം ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കപ്പലുകൾ വന്നു. അപ്പോൾ ഇതറിഞ്ഞ് ഉടനെ തന്നെ ഇന്ത്യയുടെ ഒരു 4 കപ്പലുകൾ വെച്ചങ്ങ് പിടിച്ചു. പിടിച്ചവരുടെ കൂട്ടത്തിൽ ബ്രഹ്മോസ് മിസൈലുണ്ട്. ബ്രഹ്മോസ് മിസൈലുണ്ട്. ഈ ബ്രഹ്മോസ് മിസൈൽ ഉണ്ട് എന്ന് കണ്ടപ്പോൾ തുർക്കി പേടിച്ചു പോയി, അവരോടിപ്പോയി. ഇതാണ് ഈ തള്ളി മറിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യ തുർക്കി തൊട്ടില്ല, ഇപ്പോൾ പൊട്ടും എന്നൊരവസ്ഥയിലല്ലേ. അപ്പോൾ അത്രക്ക് വലിയ ഗുരുതര സാഹചര്യം ഉണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ഇവിടുത്തെ പ്രതിരോധ മന്ത്രാലയമെങ്കിലും അറിയണമല്ലോ. പ്രതിരോധ മന്ത്രാലയം ഈ സോഷ്യൽ മീഡിയ തള്ളുകളൊക്കെ കണ്ടു. അവർ ഔദ്യോഗിക വിശദീകരണം കൊടുത്തു. ഇത് സോഷ്യൽ മീഡിയയിലെ ചില അസാധ്യമായ ബുദ്ധിജീവികളുടെ ഭാവനയിൽ വിരിഞ്ഞൊരു സാധനമാണ്. അതിനപ്പുറം ഇതിൻ്റെ അകത്തൊരു തേങ്ങാക്കൊലയില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ത്യ അവിടെ സൈനിക അഭ്യാസം നടത്തുന്നുണ്ട്. അത് തുർക്കിക്ക് കൊടുക്കുന്ന ഒരു നയതന്ത്ര പ്രഹരം. അതായത് നിങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളോടൊപ്പമാണ്, നിങ്ങളുടെ അയൽവാസികൾ ഞങ്ങളോടൊപ്പമാണ് എന്ന കൃത്യമായ സന്ദേശം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അതിനപ്പുറം രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു സംഘർഷ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അത് ഇവിടെയുള്ള മാധ്യമങ്ങളിൽ ഹെഡ്ലൈൻ വാർത്തയാകും. ഇതുവരെ തൽക്കാലം ആയിട്ടില്ല. പിന്നെ ചില യൂട്യൂബ് ചാനലുകൾ, ചില സോഷ്യൽ മീഡിയയിൽ മാത്രം ഇരുന്ന് തള്ളുന്നുണ്ട്. ആ തള്ളിനപ്പുറം ഒന്നുമില്ല. ഇനി ഇന്ത്യയും തുർക്കിയുമായിട്ടുള്ള ബന്ധം എങ്ങനെ വഷളായി? കാര്യം പാകിസ്ഥാനും തുർക്കിയുമായിട്ട് നേരത്തെ തന്നെ അവർ തമ്മിൽ വലിയ അടുത്ത സൗഹൃദമുണ്ട്. ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടന്ന സമയമില്ലേ, 71-ൽ, അപ്പോഴും പാകിസ്ഥാനെ സഹായിക്കാൻ വന്നൊരു രാഷ്ട്രമാണ് തുർക്കി. ഇതുകൂടാതെ ഇവരൊരു മുസ്ലിം രാഷ്ട്രമാണ്. പാകിസ്ഥാനും മുസ്ലിം രാഷ്ട്രമാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ തുർക്കി ചങ്ങാത്തം കൂടുന്നുണ്ട്. ബംഗ്ലാദേശുമായിട്ട്, മാൽദ്വീപുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം വേറെയാണ്. അപ്പോൾ ഇങ്ങനെ ചങ്ങാത്തം കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഒരു തുർക്കിയുടെ ഒരു ചരക്ക് കപ്പൽ, യുദ്ധക്കപ്പൽ, അത് പാകിസ്ഥാനിൽ ചെന്നു. കൂടാതെ ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നത് നമുക്കറിയാമല്ലോ, പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായി ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ പാകിസ്ഥാന് പണി കിട്ടി. കാര്യം നേരത്തെ ഉറി ഭീകരാക്രമണം ഉണ്ടായപ്പോഴും പത്താൻകോട്ട് ഭീകരാക്രമണം ഉണ്ടായപ്പോഴും പാകിസ്ഥാന് മുൻ അനുഭവങ്ങളാണ്. കാര്യം ഇന്ത്യ നോക്കിയിരിക്കില്ല, ചൊറിഞ്ഞാൽ കയറി മാന്തും എന്നുള്ളതറിയാം. അപ്പോൾ ഇവർക്ക് പണി കിട്ടി. സംഭവം കൈവിടാൻ പോകുമെന്ന് മനസ്സിലായപ്പോൾ ഇവർ പതുക്കെ നമ്മുടെ തുർക്കിയുടെ മറ്റേ ഉർദുഗാനെ വിളിച്ചു. ഉർദുഗാൻ അപ്പം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഒരു ചരക്ക് വിമാനം
പാകിസ്ഥാനിൽ ചെന്നിറങ്ങി. എന്നിട്ട് അവിടെ അവർക്ക് വേണ്ട ഡ്രോണുകളും അതും ഇതുമൊക്കെ ഇറക്കിയിട്ടാണ് അത് പോയത്. പക്ഷേ തുർക്കി ഇപ്പോഴും അത് സമ്മതിച്ചു തരുന്നില്ല. അവർ പറയുന്ന ന്യായം, പോയ വഴിക്ക് അമ്മായിയുടെ വീട്ടിൽ ചായ കുടിക്കാൻ കയറിയെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ പോയ വഴിക്ക് ഞങ്ങളുടെ വിമാനത്തിൻ്റെ ഇന്ധനം തീർന്നു പോയി. അങ്ങനെ അവിടെ കയറി ഇന്ധനം അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അല്ല, നിങ്ങൾ വേറൊന്നും കരുതരുത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ദരിദ്ര രാഷ്ട്രമാണ്. അവർക്ക് പെട്രോളും ഡീസലും ഒക്കെ വാങ്ങണമെങ്കിൽ ഡോളർ കണക്കിന് എണ്ണിക്കൊടുത്ത് അവരുടെ ഇല്ല, വല്ലയിടത്തുനിന്ന് ഇരന്ന് വാങ്ങിക്കൊണ്ട് ഇറാനിൽ നിന്നൊക്കെ കള്ളക്കടത്ത് കൊണ്ടുവന്നാണ് പെട്രോൾ അവിടെ ഈ വിമാന ഇന്ധനം അടക്കം അവിടെ സൂക്ഷിക്കുന്നത്. അവിടെ പോയാണ് അത്യാവശ്യം നല്ല സമ്പന്നമായ തുർക്കി പോയി ഞങ്ങളുടെ വിമാനത്തിന് ഇന്ധനം തീർന്നപ്പോൾ അവിടുന്ന് പോയി അടിക്കാൻ കയറിയതാണ് എന്ന് പറയുന്നു. ഒക്കെ ഈ എന്താ പറയുക, അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെയും തുർക്കിക്കെതിരെ ഇന്ത്യക്ക് തെളിവ് കിട്ടി. ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ പാകിസ്ഥാനിൽ നിന്ന് കുറേ ഡ്രോണുകൾ വന്നു. ഏതാണ്ട് 350 ഡ്രോണുകൾ ഇങ്ങോട്ട് വന്നു. അതിനെല്ലാം നമ്മൾ ഒന്നില്ലാതെ എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കി. അപ്പം നോക്കിയപ്പോൾ ആ ഡ്രോണുകളുടെ പേര്, ഒന്ന് ബൈറാക്തർ TB2, മറ്റൊന്നിൻ്റെ പേര് ഇഹ. ഇതിൽ ചിലതൊക്കെ നിരീക്ഷണ ഡ്രോണുകളാണ്. ഇതെല്ലാം തുർക്കി മേഡാണ്. അപ്പോൾ ഇത് തുർക്കിക്ക് ഇതിൽ കൃത്യമായ റോളുണ്ട് എന്ന് മനസ്സിലായി. ഇത് കൂടാതെ പാകിസ്ഥാൻ 8ൻ്റെ പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ചങ്ങാതി ഉണ്ടല്ലോ, ഉർദുഗാൻ, തുർക്കിയുടെ പരമാധികാരി, അയാൾ ഇന്ത്യൻ നടപടികളെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ കാണിച്ച ഭയങ്കര മോശം പരിപാടിയായിപ്പോയി. അതുകൂടാതെ ഈ ചങ്ങാതി നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ കശ്മീർ വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാടുകൾക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയ ആളാണ്. അങ്ങനെ ഈ വിഷയം, ഇന്ത്യ കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് കരുതിയിരുന്ന ആളാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ നിലപാട്. അങ്ങനെ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാം, കാര്യം അതിലൊരു കക്ഷിയാണ്. പക്ഷേ എവിടെ നിന്നും കിടക്കുന്ന തുർക്കി വന്നിട്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്കെതിരെ പ്രസ്താവന നടത്തുന്നത്. അത് പാകിസ്ഥാനുമായിട്ടുള്ള എന്താ പറയുക, കൊടുക്കൽ വാങ്ങലിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, ഈ തുർക്കിയുമായിട്ടുള്ള അയൽ രാജ്യങ്ങൾ ഗ്രീസ്, സൈപ്രസ്, അർമേനിയ, ഈ രാജ്യങ്ങളെ ഇന്ത്യ കയ്യിലെടുത്തേക്കുകയാണ്. അതിൽ നമ്മൾ അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മൾ ഈ പറയുന്ന സംഘർഷങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം കുറച്ച് സാധനങ്ങൾ, കുറച്ച് സമ്മാനങ്ങൾ കൊടുത്തു. അതൊന്ന് ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം കൊടുത്തു, പിങ്കാര മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം കൊടുത്തു, ആൻറ്റി ടാങ്ക് റോക്കറ്റുകൾ കൊടുത്തു, പിന്നെ ആൻറ്റി ഡ്രോൺ ടെക്നോളജി കൊടുത്തു, ആർട്ടിലറി സിസ്റ്റം, ആർട്ടിലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരങ്കിയിലിട്ട് ഇങ്ങനെ ഷെല്ലൊക്കെ പൊട്ടിക്കില്ലേ, ഈ സാധനമൊക്കെ കൊടുത്തു. ചുമ്മാ കൊടുത്താൽ ഇരിക്കട്ടെ എന്ന് കരുതി കൊടുത്താൽ. പിന്നെ ഗ്രീസിനെയും വിളിച്ചിട്ട് നമ്മൾ, ഗ്രീസ് ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അങ്ങോട്ട് പറയാതെ തന്നെ അതിനെ അപലപിച്ച രാജ്യമാണ് ഗ്രീസ്. അവർക്ക് നമ്മൾ റഫേൽ വിമാനങ്ങളുടെ കോമ്പാക്ട് ഡാറ്റ ഷെയറിങ്, ഈ റഫേൽ വിമാനങ്ങൾ ഉപയോഗിക്കാൻ ഈ ഗ്രീസും ഇന്ത്യയും റഫേൽ വിമാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ആ വിമാനം ഏത് രീതിയിൽ പ്രതികരിക്കും, എങ്ങനെ ഉപയോഗിക്കാം, ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ഒരു നിർണായക സംഗതി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിവരം കൈമാറും. അതിനുള്ള ധാരണ കൊടുത്തു. ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ വ്യോമസേനാ മേധാവി AP സിംഗ്, അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ആദ്യം പോയ സ്ഥലം ഗ്രീസാണ്. പിന്നെ അവരുമായിട്ട് ഇപ്പോൾ നമ്മുടെ INS ത്രിക്കന്ത് അവരുമായിട്ടാണിപ്പോൾ അവിടെ സൈനിക അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതാണ് ഏറ്റവും രസം. നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ നമ്മുടെ കുറച്ച് മിസൈൽ അങ്ങ് കൊടുത്തേച്ച്, അതിന് 1000 മുതൽ 1500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. ഈ മിസൈല് ഗ്രീസുകാർ തൊടുത്തു വിട്ടാൽ തുർക്കിയുടെ അണ്ണാക്കി ചെന്ന് വീഴും, അത്രയ്ക്ക് ദൂരപരിധി ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് തുർക്കി വിളറി പിടിച്ച് നിൽക്കുകയാണ്. അതും കഴിഞ്ഞില്ല, സൈപ്രസ് നമ്മളുമായിട്ട് അത്ര വലിയ അടുത്ത ബന്ധമൊന്നും ഇല്ലായിരുന്നു. 23 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ജൂണിൽ അവിടെ ചെന്നിറങ്ങിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് G7 ഉച്ചകോടിക്ക് പോകുന്ന വഴിയിൽ ബന്ധപ്പെട്ട് അവിടെ പോയി മോദി ചെന്നിറങ്ങി സൈപ്രസിൽ. ഒരു കാര്യമില്ല, പോകേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ചെന്നിറങ്ങിയതിൻ്റെ ഉദ്ദേശം തുർക്കിക്ക് ഒരു മെസ്സേജ് കൊടുക്കാനാണ്. അവിടെയും നമ്മൾ വെറുതെ ഇരുന്നില്ല. സൈപ്രസുമായിട്ട് വിളിച്ചിട്ട് നമുക്കൊരു 5 വർഷ തന്ത്രപ്രധാന കരാർ ഉണ്ടാക്കി. പിന്നെ സൈബർ സെക്യൂരിറ്റിയും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരസ്പര സഹകരണ കരാർ ഉണ്ടാക്കി. പിന്നെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ സൈപ്രസ് മോദിനെ വിളിച്ചിട്ട് അവരുടെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതി അങ്ങ് കൊടുത്തു. പിന്നെ അവിടെയും ഈ INS ത്രിക്കന്ത് അവരുമായിട്ടും ഇത്തരത്തിൽ സൈനിക അഭ്യാസം നടത്തി. എല്ലാ രീതിയിലും പൂട്ടി വെച്ചിരിക്കുന്ന തുർക്കിയാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. തുർക്കീനെ നമ്മൾ അത്ര വില കുറച്ച് കാണണ്ട. കാരണം ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളുണ്ടല്ലോ, നാറ്റോ സഖ്യ രാജ്യങ്ങളിലെ അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ പ്രബല സൈനിക ശക്തികളിലൊന്നാണ്. അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഒരു മെച്ചപ്പെട്ടതാണ്. ഇവർ ഇതൊന്നും കൊണ്ടായിരുന്നില്ല. അതായത്
ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ തുർക്കി അവരുടെ തനിക്കുണം കാണിച്ചപ്പോൾ തന്നെ ഇന്ത്യ നയതന്ത്ര പ്രഹരം അവർക്ക് കൊടുത്തിരുന്നു. അവരുമായിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പരിപാടികളൊക്കെ നിർത്തിവെച്ചു. ഇതുകൂടാതെ നമ്മൾ ആവശ്യപ്പെടാതെ പോലും ഈ തുർക്കി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് ബോളിവുഡ് സിനിമകളൊക്കെ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെടാതെ പോലും നമ്മുടെ ടൂർ ഓപ്പറേറ്റർമാർ അങ്ങോട്ടുള്ള പരിപാടികളൊക്കെ റദ്ദാക്കി. അങ്ങനെ പിന്നെ തുർക്കിയുടെ തന്നെ ഏതോ ഒരു ആപ്പിളോ വളരെ വേൾഡ് ഫേമസാണ്, വലിയ വിലയുള്ളതാണ്, അത് ഇന്ത്യയിൽ വലിയൊരു വിപണി ഉണ്ടായിരുന്നു, അത് കട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ നേരത്തെ പറഞ്ഞ ചേട്ടന്മാർ ദേ ഇപ്പോൾ യുദ്ധം തുടങ്ങാൻ പോകണമെന്ന് പറയും. ഈ നേരത്തെ പറഞ്ഞ ചേട്ടന്മാരെ പോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള വ്യാജ സാധനങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടും ഒരു നടപടി എന്തുകൊണ്ടാണ് മോളിൽ നിന്ന് വരാത്തത്? ഇപ്പോൾ അതായത് ഈ യൂട്യൂബ് ചാനലുകൾ നമ്മൾ മെനക്കെട്ടിരുന്നതിൻ്റെ കണ്ടൻ്റ് എടുത്ത് ഒരു പരാതി കൊടുത്താൽ മാത്രമേ അതിനെതിരെ നടപടിയുണ്ട്. കാര്യം ഇതിന് സെൻസറിങ് ഇല്ല. എന്നാൽ ഒരു വാർത്താ മാധ്യമമാണെങ്കിൽ, ഒരു ചാനലാണെങ്കിൽ, സാറ്റലൈറ്റ് ചാനലാണെങ്കിൽ അവർ ആ ഒരു വാർത്ത കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ താഴെ ഒരു സാധനം ഇങ്ങനെ ചെറിയ അക്ഷരത്തെ, ആരും കാണരുതെന്ന് കരുതി തന്നെ ഇടുന്നു, ഈ വാർത്താ ഉള്ളടക്കത്തെ പറ്റി നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒരു സാധനം ഒരു യൂട്യൂബ് ചാനലുകാരും ഉണ്ടാവില്ല. വായി തോന്നുന്നു കോതയ്ക്ക് പാട്ട്.